വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിക്കും സ്വന്തം രാജ്യത്തേക്കുള്ള പണമയക്കൽ വെറും സാമ്പത്തികപരമായ ഒരു കൈമാറ്റം മാത്രമല്ല, അത് കുടുംബത്തോടുള്ള സ്നേഹത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ആശ്വാസവും സന്തോഷവും നൽകിക്കൊണ്ട് ദിർഹത്തിന്റെ വിനിമയ നിരക്ക് റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. രൂപയുമായുള്ള ദിർഹത്തിന്റെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതോടെ പ്രവാസ ലോകം വലിയ പ്രതീക്ഷയിലാണ്. സാധാരണയായി 21 രൂപയിൽ താഴെ നിന്നിരുന്ന ഒരു ദിർഹത്തിന്റെ മൂല്യം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ആഗോള വിപണിയിലെ മാറ്റങ്ങളിലും പിടിച്ചു നിന്നത് ഇവിടെ നിന്ന് നാട്ടിലേക്ക് അയക്കുന്ന ഓരോ രൂപയിലും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഉയർന്ന വിനിമയ നിരക്ക് നാട്ടിലെ ഭവന വായ്പകൾ അടച്ചു തീർക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസം സുരക്ഷിതമാക്കാനും നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും പ്രവാസികൾക്ക് സുവർണാവസരം ഒരുക്കുകയാണ്. വിദേശ നാണയ വിനിമയത്തിൽ ഇന്ത്യൻ രൂപ സർവകാല റെക്കോർഡിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഗൾഫ് കറൻസികൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റേറ്റിലെത്തി. UAE ദിർഹത്തിന് 24.5 രൂപയാണ് വിനിമയ നിരക്ക്. UAEയിൽ ആശയവിനിമയത്തിനും സാമ്പത്തിക കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ബോട്ടിംഗ് ആപ്പ് വഴി പണം അയച്ചവർക്കാണ് ഇത്രയും ഉയർന്ന നിരക്ക് ലഭിച്ചത്. ബാങ്ക് വഴിയുള്ള ഇടപാടുകൾക്ക് 24.38 രൂപയും എക്സ്ചേഞ്ചുകളിൽ 24.48 രൂപയുമാണ് ദിർഹത്തിന് ലഭിച്ച വിനിമയ നിരക്ക്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ രൂപ 90 കടന്നതോടെയാണ് ഗൾഫ് കറൻസികളുടെ മൂല്യം കുതിച്ചുയർന്നത്. 100 ദിർഹം നാട്ടിലേക്ക് അയച്ചാൽ 2450 രൂപ ലഭിക്കും. ശമ്പളം ലഭിച്ച സമയമായതിനാൽ പ്രവാസികൾക്ക് ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒമാൻ റിയാലും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്ക് 234.5 രൂപയിലെത്തി സർവകാല റെക്കോർഡ് ഇട്ടു. ബഹ്റിൻ ദിനാർ ആണെങ്കിൽ 239.15 രൂപയും, ഇനി കുവൈറ്റ് ദിനാറിലേക്ക് വന്നാൽ 293.93 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഖത്തർ റിയാലിന്റെ കാര്യം പറഞ്ഞാൽ 24.73 ആണ് രൂപയുടെ വിനിമയ നിരക്ക്. സൗദി റിയാലിന് 24.03 രൂപയുണ്ട്. രൂപയുടെ വിലയിടുന്നത് ആശങ്കാജനകമാണെങ്കിലും പ്രവാസികൾക്ക് ആശ്വാസകരമാണ്. നാട്ടിലെ ആവശ്യങ്ങൾക്കും നിക്ഷേപത്തിനുമായി കൂടുതൽ പണം അയക്കാൻ കഴിയുമെന്നതാണ് പ്രധാന നേട്ടം. ക്രിസ്മസ് പുതുവത്സര അവധിയിലേക്ക് പ്രവാസികൾ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ വിനിമയ നിരക്കിലെ കുതിപ്പ് ഗൾഫ് നാടുകളിലെ ഇന്ത്യക്കാർക്ക് എന്തുകൊണ്ടും അനുകൂലമാണ്. സാധാരണ മാസത്തിന്റെ പകുതിയിൽ ഉണ്ടാകുന്ന ഇത്തരം വിലയിടിവ് മാസാദ്യം ഉണ്ടായതാണ് പ്രവാസികളെ സന്തോഷിപ്പിക്കുന്നത്. രൂപയുടെ തളർച്ച 2026 തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാസ പണമൊഴുക്കാകും ഇന്ത്യൻ ബാങ്കുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാവും കൂടുതൽ പണം എത്തുക. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും അത്ര വലിയ ഒഴുക്ക് പ്രതീക്ഷിക്കുന്നില്ല. ഗൾഫ് പണം എത്തുന്നതോടെ കേരളത്തിലടക്കം വിപണിയിൽ അതിന്റെ തുടർചലനങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കും. ഇന്ത്യൻ ഓഹരി നിക്ഷേപത്തിൽ അടക്കം ഇതിന്റെ പ്രതിഫലനം സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നുണ്ട്. ഭവന, വാഹന നിർമ്മാണ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഉണർവുണ്ടാകും. അടുത്ത വർഷമാകുമ്പോഴേക്കും ഡോളറുമായുള്ള വിനിമയ നിരക്ക് 91.30 രൂപയാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പ്രവചനം. ദിർഹവുമായുള്ള വിനിമയ നിരക്ക് 25 രൂപയിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. രൂപ വീണതിന് പിന്നാലെ വിവിധ പണവിനിമയ പ്ലാറ്റ്ഫോമുകളിൽ ഉണർവും പ്രകടമായിട്ടുണ്ട്. ഈ ആഴ്ച മാത്രം എക്സ്ചേഞ്ച് സ്ഥാപനങ്ങളിലെ ഇടപാടിൽ 20% വളർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലെ ദിർഹത്തിന്റെ റെക്കോർഡ് മൂല്യം ഗൾഫ് പ്രവാസികൾക്ക് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക ലാഭം നൽകുന്നുണ്ടെങ്കിലും ഈ നേട്ടം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിരക്കുകളിലെ ഈ കുതിച്ചുചാട്ടം ശാശ്വതമായി നിലനിർത്താൻ സാധ്യതയില്ലാത്തതിനാൽ ഈ അനുകൂല സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി കടങ്ങൾ വീട്ടുക, സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങൾ തേടുക, അല്ലെങ്കിൽ നാട്ടിലെ അത്യാവശ്യ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നീക്കിവെക്കുക എന്നിവയാണ് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ടത്. ഉയർന്ന വിനിമയ നിരക്ക് നൽകുന്ന ഈ സന്തോഷം അപ്രതീക്ഷിത തൊഴിൽ നഷ്ടമോ വരുമാനത്തിലെ കുറവോ പോലുള്ള പ്രതിസന്ധികളെ നേരിടാൻ ഒരു കരുതൽ ധനമായി സൂക്ഷിക്കുന്നത് ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ ദിർഹത്തിന്റെ ഈ കരുത്ത് പതിറ്റാണ്ടുകളായി കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ പ്രവാസിക്കും ലഭിച്ച ഒരു സാമ്പത്തിക ആശ്വാസമാണ്. ഈ അവസരം വിവേകത്തോടെ ഉപയോഗിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് തങ്ങളുടെ കുടുംബത്തിന്റെയും സ്വന്തം ഭാവിയുടെയും സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും.